വേറൊരാൾക്ക് ദേഷ്യം വരുന്നത് നിതീഷ് കുമാറിനാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. രാഹുൽ ഗാന്ധി വിഡ്ഢിത്തം പറയുന്നു, ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല ജാതി സർവേ നടത്തിയത്. ബീഹാർ സർക്കാർ സ്വന്തം ചെലവിലാണ് സർവേ നടത്തിയത്. ഇന്ത്യ സഖ്യത്തിന്റെ പേര് മാറ്റാൻ താൻ ആവശ്യപ്പെട്ടിരുന്നു, തന്റെ ഒരു നിർദ്ദേശം പോലും അംഗീകരിച്ചില്ല. ഈ മാസം 10-ന് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുമെന്ന് നിതീഷ് കുമാർ പറയുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ. ബൽറാം, അപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ ചില പ്രശ്നങ്ങൾ മൂലമാണ്, ആശയക്കുഴപ്പം മൂലമാണ് മുന്നണി വിട്ടത്, അല്ലെങ്കിൽ ഒരു ധാരണയിൽ നിന്ന് പിന്മാറിയത് എന്ന് വ്യക്തമാക്കുകയാണോ നിതീഷ് കുമാർ? ഹാഷ്മി, ഇന്ത്യ സഖ്യം വിട്ട് NDAക്കൊപ്പം ചേർന്ന് സർക്കാർ രൂപീകരിച്ച് 2 ദിവസത്തിന് ശേഷമാണ് നിതീഷ് കുമാർ ഇപ്പോൾ താൻ മുന്നണി വിടാനുള്ള കാരണം വിശദീകരിച്ചിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ പേര് മാറ്റണം എന്നുള്ളത് താൻ നിർദ്ദേശിച്ചിരുന്നു, എന്നാൽ അത് അംഗീകരിച്ചില്ല. നേരത്തെ തന്നെ ഈ പേര് നിശ്ചയിച്ചതാണ് എന്നാണ് നിതീഷ് കുമാർ വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ സഖ്യത്തിലെ സീറ്റ് വിഭജനം ഇതുവരെയും തീരുമാനമായിട്ടില്ല. താൻ പറയുന്ന ഒരു കാര്യം പോലും അംഗീകരിച്ചില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സഖ്യം വിട്ട് തന്റെ മുൻ സഖ്യ കക്ഷിയായ BJPക്കൊപ്പം ചേർന്നത് എന്നാണ് നിതീഷ് കുമാർ വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത വാക്കുകളിലുള്ള വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ ജാതി സർവേയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ അവകാശവാദങ്ങൾക്ക് എതിരെയാണ് നിതീഷ് കുമാർ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാണ് ഈ ജാതി സർവേ നടത്തിയത് എന്ന് പോലും രാഹുൽ ഗാന്ധി ഓർക്കുന്നില്ല എന്നും 2019-20 കാലഘട്ടത്തിൽ ജാതി സർവേ നടത്തിയിട്ടുണ്ട്. ബീഹാർ സർക്കാർ ആരുടെയും നിർദ്ദേശമനുസരിച്ചല്ല ഈ സർവേ നടത്തിയത്, മറിച്ച് സ്വന്തം ചെലവിലാണ് ഈ സർവേ നടത്തിയത് എന്നും രാഹുൽ ഗാന്ധി വ്യാജ അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എന്നുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ മുൻ സഖ്യകക്ഷിയായ RJDക്കെതിരെയും അദ്ദേഹം കടുത്ത വിമർശനം ഉന്നയിച്ചു. RJDയുടെ ഭരണകാലത്ത് ജനങ്ങൾക്ക് ഇരുട്ടായാൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾ, തൊഴിൽ നയങ്ങൾ ഉൾപ്പെടെയുള്ളവ അവകാശവാദം RJDക്ക് ഉന്നയിക്കാനാകില്ല. അത് തന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ തീരുമാനമാണ് എന്നുമാണ് നിതീഷ് കുമാർ വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ ഫെബ്രുവരി 10-ന് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കും NDA സർക്കാർ എന്നും, കൂടാതെ മന്ത്രിസഭാ വിപുലീകരണം ഉചിതമായ സമയത്ത് ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഹാഷ്മി, ബൽറാം നെടുങ്ങാടിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.